എസ് പ്രേംകുമാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എസ് പ്രേംകുമാറാണ് കൊച്ചു പ്രേമൻ. രണ്ട് പ്രേമന്മാരുണ്ടായിരുന്നു വലിയുള്ളയിൽ, ഒരു വലിയ പ്രേമനും ഒരു കൊച്ചു പ്രേമനും. അപ്പോൾ രണ്ടുപേരും വലിപ്പം കൊണ്ട് അജഗജാന്തര വ്യത്യാസമുണ്ട്. മറ്റേ പ്രേമൻ നല്ല ഹൈറ്റും നല്ല തടിയും ഒക്കെ ഉള്ള, നിങ്ങൾക്കറിയാമായിരിക്കും യുവജനോത്സവം എന്ന് പറഞ്ഞ ശ്രീകുമാരൻ നമ്പി സാറിൻ്റെ പടത്തിൽ മോഹൻലാലിനെ അളിയാന്നൊക്കെ വിളിച്ച് ഒരു ചതിയിൽപ്പെടുത്തുകയും മോഹൻലാൽ ഒരു റൂമിനകത്തിട്ട് ഇടിച്ച് പഞ്ചറാക്കുന്ന ആ വേഷം ചെയ്ത ആളാണ് വലിയ പ്രേമൻ. ഒരുപാട് നാടകങ്ങളിൽ പ്രേമൻ അഭിനയിച്ചിരുന്നു. അകാലത്തിൽ വലിയ പ്രേമൻ മരിച്ചു. കൊച്ചു പ്രേമൻ എന്ന് പറയുന്ന ആൾ സ്വാതി തിരുനാൾ എന്ന് പറഞ്ഞ നാടകമടക്കം ഒരുപാട് നാടകങ്ങളിൽ അദ്ദേഹം ഹ്യൂമർ വേഷങ്ങളാണ് ചെയ്യുന്നതെങ്കിലും വളരെ സീരിയസ് ആയ ഒരുപാട് വേഷങ്ങൾ നാടകത്തിൽ ചെയ്തിട്ടുണ്ട്. നാടകരംഗത്ത് നിന്നാണ് പ്രേമണ്ണൻ സിനിമയിലെത്തിയത്. അതും എൻ്റെ ഗുരുനാഥനായ ജെ.സി. സാർ സംവിധാനം ചെയ്ത് 1979 ജെ.സി. സാർ സംവിധാനം ചെയ്ത് മഞ്ഞിലാസ് നിർമ്മിച്ച 7 നിറങ്ങൾ എന്ന് പറഞ്ഞ ജോസും ഇതുപാലയും പ്രധാന വേഷം ചെയ്ത സിനിമയിലൂടെയാണ് പ്രേമണ്ണൻ കടന്നു വന്നത്. പ്രേമണ്ണൻ കുറേ നല്ല സിനിമകൾ ചെയ്തു. എനിക്കിപ്പോഴും ആ ജയരാജ് സംവിധാനം ചെയ്ത തിളക്കം എന്ന് പറഞ്ഞ പടത്തിലെ വെളിച്ചപ്പാട്, പട്ടി ഓടിക്കുമ്പോൾ കുളത്തിലേക്ക് ചാടി കളയുന്ന വെളിച്ചപ്പാട് നന്നായിട്ട് ചെയ്ത വേഷമായിരുന്നു. 2003 250 സിനിമകളോളം പ്രേമണ്ണൻ അഭിനയിച്ചു. 1955 ജൂൺ 1-ാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ ജനനം. പേയാട് ശിവരാമശാസ്ത്രി എന്ന് പറയുന്ന നമ്മുടെ ഈ ജാതകങ്ങൾക്ക് എഴുതുകയും ഭാവി ഫലങ്ങൾ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്ന ശിവരാമശാസ്ത്രികളുടെയും കമലം എന്ന് പറഞ്ഞ അമ്മയുടെയും മകനായിട്ടാണ് 1955 പ്രേമണ്ണൻ ജനിച്ചത്. ഗിരിജാ പ്രേമൻ നാടകരംഗത്ത് പ്രേമണ്ണൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടെ അഭിനയിച്ചിരുന്ന ഗിരിജ ചേച്ചിയെ പ്രേമിച്ച് കല്യാണം കഴിച്ചു. ഹരികൃഷ്ണനാണ് മകൻ. അപ്പോൾ രസം എന്താണെന്ന് ചോദിച്ചാൽ പ്രേമണ്ണനും ഗിരിജ ചേച്ചി രണ്ട് ഹിന്ദു സമുദായത്തിലെ 2 ജാതിയിലുള്ളവരാണ്. എൻ്റെ സെറ്റിലാണെങ്കിൽ എൻ്റെ എല്ലാ സെറ്റുകളിലും, എൻ്റെ സിനിമയിലും എൻ്റെ സീരിയലുകളിലും എല്ലാം പ്രേമണ്ണനുണ്ട്. എല്ലാ സീരിയലുകളിലും ഗിരിജ ചേച്ചിയുണ്ട്. ഗിരിജ ചേച്ചി ശരിക്കും എനിക്ക് പറഞ്ഞാൽ എൻ്റെ ഒരു അമ്മ പ്രസവിക്കാത്ത ചേച്ചി തന്നെയായിരുന്നു. എന്നെ ദിനേശ് എന്ന് വിളിക്കുകയില്ല, നിങ്ങളെന്നേ പറയുള്ളൂ. അതാണെന്ന് എനിക്കറിയില്ല. ഞാൻ പലപ്പോഴും ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചേച്ചിയെ ഗിരിജ ചേച്ചി എന്നാണ് വിളിക്കാറ്. പ്രേമണ്ണനെ പ്രേമണ്ണ എന്നാണ് വിളിക്കുക, അല്ലാതെ കൊച്ചു പ്രേമൻ സാറേന്നോ അല്ലെങ്കിൽ കൊച്ചു പ്രേമൻ ചേട്ടാന്നോ ഒന്നുമല്ല, അണ്ണാന്നാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ കൂടെ കേൾക്കും, നിങ്ങൾ എന്തിനാ ഈ നായർ സമുദായത്തിന് നാണം കെടുത്താനായിട്ട് ഈ കുരങ്ങനെ കല്യാണം കഴിച്ചിരുന്നൊക്കെ. അപ്പോൾ പ്രേമേണ ഇരുന്ന് ചിരിക്കുന്നതാണ് കാണാൻ. നിങ്ങൾ നല്ല കാണാൻ ലക്ഷണമൊത്തൊരു സ്ത്രീയല്ലേ, നിങ്ങൾ ഈ കുള്ളനെ കയറി എന്ത് കണ്ടുകൊണ്ട് നിങ്ങൾ പ്രേമിച്ച് കെട്ടി എന്നൊക്കെ ഞാൻ ചോദിക്കും. തല തെല്ലിച്ചിരിക്കുമായിരുന്നു പ്രേമേണ്ണൻ. അത്ര എന്താ പറയുക, അപാരമായ ഹ്യൂമർ സെൻസുള്ള ആളാണ് പ്രേമേണ്ണൻ. ബിജു വെൺപകൽ എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ട്. അപ്പോൾ ബിജു വെൺപകൽ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സീരിയലിലേക്ക് ഈ ഗിരിജാ പ്രേമൻ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ നാളെ രാവിലെ എത്ര മണിക്ക് എവിടെയാണ് ലൊക്കേഷൻ, എപ്പോൾ വരണമെന്നൊക്കെ പറയാനായിട്ട് ബിജു വെൺപകൽ ഗിരിജ ചേച്ചിയെ ഫോൺ ചെയ്തു. ഗിരിജ ചേച്ചിയെ ഫോൺ ചെയ്തപ്പോൾ ഫോൺ എടുത്തത് പ്രേമണ്ണനാണ്. പ്രേമണ്ണൻ ഫോൺ എടുത്ത് ഹലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ പ്രേമണ്ണൻ യഥാർത്ഥത്തിൽ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്, പക്ഷേ അഭിനയിക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു പ്രത്യേക ടോണിൽ സംസാരിക്കുന്നത്, ചിരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഹലോ എന്ന് വിളിച്ചു. അപ്പോൾ ബിജു വെൺപകൽ ചോദിച്ചു, ഗിരിജ ചേച്ചി ഇല്ലേ എന്ന് ചോദിച്ചു. നമ്മളാണെങ്കിൽ ഒരു ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് എന്ത് മറുപടി പറയും? ഉണ്ട്, അടുക്കളയിലുണ്ട്, കൊടുക്കാം, കുളിക്കുന്നു എന്നൊക്കെയല്ലേ പറയും. പ്രേമണ്ണൻ ചോദിച്ചത് എവിടെ കൊണ്ടുപോകാനാടാ? ഈ ബിജു വെൺപകലിൽ നിന്ന് എന്ത് മറുപടി പറയണമെന്ന് അറിയാതായിപ്പോയി. പ്രേമണ്ണൻ ചോദിച്ചതാണ്, ഗിരിജ ചേച്ചി ഇല്ലേ എന്ന് ചോദിച്ചത് എവിടെ കൊണ്ടുപോകാനാടാ? ഇതാണ് പ്രേമണ്ണൻ. എല്ലാം ഹ്യൂമറായിട്ട് കാണുന്ന ആളാണ്. പ്രേമണ്ണൻ കല്യാണം കഴിച്ചു ചേച്ചിയെ, രജിസ്റ്റർ മാരേജ് ചെയ്തു. രണ്ടുപേരുടെയും വീട്ടുകാരുടെ എതിർപ്പുണ്ടായിരുന്നു. അതോ പ്രേമണ്ണൻ്റെ വീട്ടിൽ പ്രശ്നമില്ലായിരുന്നു തോന്നുന്നു. ഗിരിജ ചേച്ചിയുടെ വീട്ടിൽ എന്തായാലും പ്രശ്നം ഉണ്ടായിരുന്നു എനിക്കറിയാം. അങ്ങനെ നാടകം കളിച്ച് വന്നിട്ട് വരുന്ന വഴിക്ക് എവിടെ കയറി രജിസ്റ്റർ മാരേജ് ചെയ്ത് പ്രേമണ്ണൻ ഭാര്യയും കൊണ്ട് വലിയവളയിലെത്തി താമസമായി. ഹണിമൂണല്ലേ, ഒരു സിനിമ കാണാൻ പോയി പ്രേമണ്ണനും ഗിരിജ ചേച്ചിയും കൂടെ ശ്രീപത്മനാഭ തിയേറ്ററിൽ കിഴക്കക്കോട്ടയിൽ പോയി സിനിമ കണ്ടു. ആ തിരക്കോട് മുമ്പ് തിയേറ്ററിലെല്ലാം നിറഞ്ഞു കവിഞ്ഞല്ലേ സിനിമ കാണുന്നത്. അപ്പോൾ പടം വിട്ടപ്പോൾ എല്ലാവരും കൂട്ടത്തോടെ പുറത്തേക്ക് ഇറങ്ങി. പ്രേമണ്ണനും പുറത്തേക്ക് ഇറങ്ങി. തിരുമല ബസ് നിൽക്കുന്ന കണ്ടു. പ്രേമണ്ണ ബസ്സിൽ കയറി പോയി. തിരുവനന്തപുരത്തുകാരിയല്ലാത്ത ഗിരിജ ചേച്ചിക്ക് എങ്ങോട്ട് പോകണമെന്നറിയില്ല. പ്രേമണ്ണനെ കാണാനില്ല. പ്രേമണ്ണൻ ഏതാണ്ട് കരമന കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, ഞാനൊരു സാധനം നിന്ന് വച്ച് മറന്നിട്ടാണല്ലോ വന്നത്.
ഈ രജിസ്റ്റർ മാരേജ് ചെയ്തൊക്കെ പ്രേമണ്ണം മറന്നുപോയി. പ്രേമണ്ണം അന്തം വിട്ട് അടുത്ത ബസ് പിടിച്ച് കിഴക്കേക്കോട്ട വരുമ്പോൾ കാണുന്ന രംഗം, പത്മനാഭ തിയേറ്ററിൻ്റെ മുന്നിൽ വലിയൊരു ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്ന് ഗിരി ചേച്ചി പൊട്ടി പൊട്ടി കരയുക. ഗിരി ചേച്ചി എന്ത് പറയാൻ, എവിടെ പോകണമെന്ന് പറയാൻ അറിയില്ല, വീടൊന്നും വലിയ വിളയിലാണെന്നൊന്നും പറയാൻ ചേച്ചിക്ക് അറിയില്ല. കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമല്ലേ. ചേച്ചി കരഞ്ഞിരിക്കുന്നു. ആളിക്കുറിയ പ്രേമണ്ണനൊന്ന് അകത്തോട്ട് കയറാനൊരു പേടി. കാരണം ഇവരുടെ അടുത്തേക്ക് ചെന്ന് എന്തെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിച്ച് വിളിച്ചോണ്ട് ചെല്ലും ചിലപ്പോൾ ഈ നാട്ടുകാർ ചിലപ്പം കൈവയ്ക്കില്ലേ, താൻ എന്ത് മനുഷ്യനുണ്ടോ, ഭാര്യയായിട്ട് വന്നിട്ട് കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഭാര്യയായിട്ട് സിനിമ കാണാൻ വന്നിട്ട് അവരെ തിയേറ്ററിൽ കളഞ്ഞിട്ട് പോയോ എന്നൊക്കെ ചോദിക്കില്ലേ. പ്രേമണ്ണൻ അവിടെ ഒന്ന് പരിങ്ങി നിന്നിട്ട് ഗിരി ചേച്ചി എപ്പോഴോ കരയുന്നതിനിടയിൽ മുഖം ഒന്ന് ഉയർത്തിയപ്പോൾ പ്രേമണ്ണൻ ആൾക്കൂട്ടത്തിൻ്റെ നടക്കുന്നുണ്ട്, വിളിക്കുക പോവാൻ. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ സെറ്റിൽ പ്രേമേണ്ണം പറയുന്ന കഥകൾ കേട്ടാൽ എനിക്കാണെങ്കിൽ എന്താ പറയുക, ചെറിയ തമാശകൾ കേട്ടാലും ഞാൻ ചിരിച്ചു പോകുന്ന ഒരാളാണ്. തലതല്ലി ചിരിക്കും ഞാൻ, അതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ ചിരിക്കുകയും കൂടെ ചെയ്യുന്നതായതുകൊണ്ട് പ്രേമേണ്ണൻ പറയുന്ന ഒരുപാട് കഥകളുണ്ട്. ഒരു സ്വഭാവ നടിയെ ഇന്നസെൻ്റ് പറ്റിച്ചൊരു കഥ പറഞ്ഞു, പ്രേമേണ്ണൻ്റെ തലയിൽ വെച്ച് കൊടുത്തൊരു കഥ. അതൊന്നും ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ പറയാൻ കൊള്ളാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ പ്രേമേണ്ണൻ മരിച്ചു എന്നുള്ള വിവരം, പ്രേമേണ്ണൻ മരിച്ചു പോകുമെന്ന് എനിക്ക് തോന്നിയത് മെനിങ്ങാന്ന് കിംസ് ആശുപത്രിയിൽ എൻ്റെ മകൻ ഒരു ചെറിയ ചെക്കപ്പിന് പോയി. ഇവൻ കിംസിൽ ടോക്കൺ എടുത്ത് അകത്തേക്ക് പോകാൻ നോക്കുമ്പോൾ പ്രേമേണ്ണൻ വീൽ ചെയറിൽ ഇരിക്കുന്നു, ഗിരി ചേച്ചിയും നിൽപ്പുണ്ട്, രണ്ടുപേരും മാസ്ക് വെച്ചിട്ടുണ്ട്. മകൻ ഉന്തുവണ്ടിയുടെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. അവിടെ സിസ്റ്റർമാരാണല്ലോ തള്ളിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകൻ ഹരികൃഷ്ണൻ, എൻ്റെ മകൻ വർക്ക് ചെയ്യുന്ന ഒരേ കമ്പനിയിലാണ് രണ്ടുപേരും വർക്ക് ചെയ്യുന്നത്. അച്ഛനേക്കാൾ എൻ്റെ മകനേക്കാൾ സുപ്പീരിയറിലാണ്, മുകളിലാണ് അയാൾ വർക്ക് ചെയ്യുന്നത്, ഹരികൃഷ്ണൻ. അപ്പോൾ ഇവൻ ഓടി അടുത്ത് ചെന്നു, ഹരികൃഷ്ണനോട് കാര്യം ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ അച്ഛന് വയ്യ, 2 ദിവസമായിട്ട് അച്ഛന് ഇത്തിരി പ്രശ്നങ്ങളാണ്, അതുകൊണ്ടൊരു ചെക്കപ്പിന് വന്നതാണ്. നീ എന്താ ഇവിടെ? ഞാനും ഒന്ന് ഡോക്ടറെ കാണാൻ വന്നതാണെന്ന് മോൻ പറഞ്ഞു. അവിടെ നിന്ന് വന്നിട്ട് എൻ്റെ മകൻ എന്നോട് പറഞ്ഞു, അച്ഛാ ആ കൊച്ചുപ്രേമൻ മാമൻ്റെ അവസ്ഥ മോശമാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ എന്ത്, അദ്ദേഹത്തിന് സ്ഥലകാല ബോധമൊന്നും ഇല്ലാത്ത പോലെ തോന്നുന്നു. എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല, ഞാൻ മാസ്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് മനസ്സിലായില്ല, ഞാൻ ആരാണെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞതുമില്ല. ഗിരിജാൻ്റിക്കും എന്നെ മനസ്സിലായില്ല. അദ്ദേഹം ഇരിക്കുന്ന വീൽ ചെയറിൽ ഇരുന്നിട്ട് ഉടുത്തിരിക്കുന്ന മുണ്ടിൽ നിന്ന് ഓരോരോ നൂലായിട്ട് ഇങ്ങനെ പൊട്ടിച്ച് കളയുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. ഞാൻ പറഞ്ഞു കുറേ ദിവസമായിട്ട് പ്രേമേണ്ണൻ പ്രശ്നമാണ്. കാരണം പുള്ളി ഒരു സനൽ തോട്ടത്തിൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് ദുബായി പോയിട്ട് ഒരു രാത്രി എന്താണ് സംഭവിച്ചതെന്നുണ്ടോ സ്ഥലകാല ബോധമില്ലാതെ ഒരുപാട് ബഹളം വയ്ക്കുകയും ഞാൻ ചത്തുപോകും, എനിക്കിപ്പോൾ തിരുവനന്തപുരത്ത് എത്തണം, എനിക്ക് ഗിരിജയെ കാണണമെന്നുണ്ട്, ഭാര്യയെ കാണാൻ അത്രയും സ്നേഹമായിരുന്നു അവർ. എനിക്കെൻ്റെ ഗിരിജയെ കാണണമെന്ന് പറഞ്ഞ് ദുബായിൽ ഭയങ്കര ബഹളം ഉണ്ടാക്കുകയും അങ്ങനെ അവിടെ ICUവിൽ അഡ്മിറ്റ് ചെയ്യും. വളരെ ക്രിട്ടിക്കലായിട്ടാണ് തിരുവനന്തപുരം എയർപോർട്ടിൽ കൊണ്ട് ഇറക്കി എത്രയോ ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. അതൊരു 4-5 വർഷം മുമ്പാണ്. അത് കഴിഞ്ഞിറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, കാലിനെ പോടാ പുല്ലെന്ന് ഞാൻ പറഞ്ഞു. കാലം എന്നെ ഒരു 5-6 പ്രാവശ്യം ഒന്ന് വിളിച്ച്, ഞാൻ പോടാ പുല്ലേ, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ അടക്കം ഒരുപാട് സിനിമകളിൽ ഇനിയും വർക്ക് ചെയ്യണം, പ്രേമേണ്ണൻ എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ അദ്ദേഹം രക്ഷപ്പെട്ട് വരികയായിരുന്നു. പക്ഷേ എന്തോ മോശമല്ലാത്ത അസുഖം പ്രേമേണ്ണനുണ്ടായിരുന്നു. ഉടുത്തിരിക്കുന്ന മുണ്ടിൽ നിന്ന് നൂലുകൾ ഓരോന്നാറ്റി എഴയുന്ന ഊരി പൊട്ടിച്ച് കളയുന്ന, ആരെയും മനസ്സിലാകാതിരിക്കുന്ന പ്രേമേണ്ണനെക്കുറിച്ച് എൻ്റെ മകൻ പറഞ്ഞപ്പോൾ എനിക്കൊരു വല്ലായ്മ തോന്നി. ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ പ്രേമേണ്ണൻ പോയി. ഒരു കണക്കിന് പ്രേമേണ്ണൻ പോയത് നന്നായി ഞാൻ പറയും. കാരണം രക്ഷപ്പെടില്ല എങ്കിൽ ഞാനടക്കം രോഗത്തിൽ നിന്ന് റിക്കവറി ആകില്ല എങ്കിൽ പിന്നെ കിടക്കാതിരിക്കുന്നതാണ്. കാരണം വീട്ടുകാർക്കും നാട്ടുകാർക്കും ശല്യമാകാതെ കിടക്കാതിരിക്കുന്നതാണ്. ഞാനും മോനും കൂടി പേടുള്ള വീട്ടിൽ ചെന്നു. രാത്രി ചെന്ന് പ്രേമേണ്ണനെ കണ്ടു. ഒന്നും അറിയാത്തൊരു കള്ളനെ പോലെ ഒരു ചെറിയ ചിരിയോടെ പ്രേമേണ്ണൻ അങ്ങനെ കിടക്കുന്നു, ഭസ്മക്കുറിയൊക്കെ അടിച്ച് കിടക്കുന്നു. ഗിരി ചേച്ചിയോട് ഞാൻ എന്ത് പറയാൻ? ചേച്ചിക്ക് കൈ കൊടുത്തു, എന്തോ പറഞ്ഞു, ചേച്ചിയും പറഞ്ഞു, ഞാനും പറഞ്ഞു. ചേച്ചിക്ക് അറിയാം ഞാനും പ്രേമേണ്ണനായിട്ടുള്ള ഹൃദയബന്ധം. ഇന്ന് രാവിലെ ഭാരത് ഭവനിൽ കൊണ്ടുപോകും, അവിടെയും ഞാനും മോനും കൂടെ പോയി. ഇപ്പോൾ പ്രേമേണ്ണൻ ഇലക്ട്രിക്കലല്ലേ, എപ്പോഴും എന്ത് വെണ്ണീറായി പോയി കാണും. ഈ ലോകത്തുനിന്ന് ചാരമായി തീർന്നു പ്രേമേണ്ണനെ എനിക്ക് മറക്കാൻ പറ്റാത്തത് ഞാൻ ചെയ്ത ബംഗ്ലാവിൽ അവത എന്ന സിനിമയ്ക്ക് എന്താ പറയുക, ആദ്യകലാഭമണിയെ വെച്ചു, മണിയെ മാറ്റി ലാലിനെ ആക്കി, ലാലിൻ്റെ മക്കളായിട്ട് ദേവനെ വെച്ചു, സുബേറിനെ വെച്ചു, ബിന്ദു പണിക്കരെ വെച്ചു. അതിൽ ബിന്ദു പണിക്കരുടെ ഭർത്താവിൻ്റെ വേഷം, ചാക്കോച്ചൻ എന്ന് പറഞ്ഞ വേഷമായിരുന്നു പ്രേമേണ്ണന് കൊടുത്തത്. ആ സിനിമയിൽ എന്നോട്
നിങ്ങൾക്ക് എത്ര രൂപ അഭിനയിക്കാൻ വേണമെന്ന് ചോദിച്ചാൽ എനിക്ക് ഇത്ര രൂപ വേണമെന്ന് പറയാത്ത 2 പേരുണ്ടാവുമെന്ന് ഞാൻ കരുതി. കാരണം ആ 2 പേരും ദിനേശിനെ വിസ്മരിക്കാൻ പാടില്ലാത്തവരാണ്. ഞാൻ സത്യസന്ധമായി പറയുന്നു, ആ 2 പേരാണ് എന്നോട് കൃത്യമായിട്ടും പ്രതിഫലം ചോദിച്ചത്. ഇത്ര തരുമോ എന്ന് ചോദിച്ചത്. ആ സിനിമ ചെയ്യുന്ന സമയത്ത് പ്രേമണ്ണന് ഞാനുമായിട്ട് പരിചയമുണ്ടെന്നുള്ളതല്ലാതെ ഈ ഹൃദയബന്ധമൊന്നുമില്ലായിരുന്നു. പക്ഷെ പ്രേമണ്ണൻ എന്നോട് പറഞ്ഞത്, നിങ്ങൾ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമയിലെ നിങ്ങൾ ന്യായമായിട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തന്നാൽ മതി എന്നാണ് പറഞ്ഞു. പ്രതിഫലം പറഞ്ഞില്ല. ഞാൻ അതുകൊണ്ട് തന്നെ മോശമല്ലാത്ത പ്രതിഫലം പ്രേമണ്ണന് കൊടുത്തു. പക്ഷേ ഞാൻ നിങ്ങൾക്ക് എന്ത് വേണം എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളോട് ഞങ്ങൾ റേറ്റ് പറയുന്നത് ശരിയാണ്, ഞാൻ റേറ്റ് പറയുന്നത് ശരിയാണ്, ഞാൻ നിങ്ങളുമായിട്ട് അതാണ് ബന്ധം, നിങ്ങൾ തന്നാൽ മതി എന്ന് പറയുമെന്ന് ഞാൻ വിശ്വസിച്ച മണ്ടനായി ഞാൻ വിശ്വസിച്ച 2 പേര് കൃത്യമായിട്ട് എന്നോട് റേറ്റ് പറഞ്ഞു. ഇത്ര തരുമോ എന്ന് ചോദിച്ചു. അത് രസമെന്താണെന്ന് ചോദിച്ചാൽ, ഒരു സ്വഭാവ നടനായിട്ട് അതിൽ അഭിനയിച്ച ഒരാളിന് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നതിൽ നിന്നും ഒരു 25,000 രൂപ കൂടുതൽ ചോദിച്ചു വെച്ചുള്ളത്. അന്നത്തെ കാലത്താണ്, 2012. അതുപോലെ അതിൽ വേറൊരു നടൻ അന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്ന 40,000 രൂപയ്ക്കായിരുന്നു. അയാൾ ഒന്നും മടിക്കാതെ എൻ്റെ ചോദിച്ചു 1 ലക്ഷം രൂപ വരുമോ. ഈ 2 പേരും എന്നോട് റേറ്റ് പറയാൻ പാടില്ലാത്തവരായിരുന്നു. ഞാൻ പറഞ്ഞു, പിന്നെ എന്താ വാങ്ങിച്ചോളൂ, 1 ലക്ഷം, ഓക്കെ. അപ്പോൾ ഷൂട്ടിങ്ങിന് എല്ലാവരും എത്തി. രസമായിട്ട് ഷൂട്ടിംഗ് നടക്കണം. അപ്പോൾ പ്രേമണ്ണൻ്റെ ദിവസം എനിക്ക് തോന്നുന്നു 10 ദിവസമായിട്ടാണ് പ്രേമണ്ണൻ്റെ വാങ്ങിച്ചത്. അതിൽ 6-7 ദിവസം മതി. പക്ഷെ തുടർച്ചയായിട്ടല്ല. 2 ദിവസം കഴിഞ്ഞാൽ 1 ദിവസം റെസ്റ്റ്, പിന്നെ 2 ദിവസം, അങ്ങനെ മൊത്തം ഒരു 10 ദിവസം വാങ്ങി. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ആ പടം തുടങ്ങി തീരുന്നത് വരെ 38 ദിവസവും പ്രേമണ്ണൻ സെറ്റിൽ നിന്നു എന്നുള്ളതാണ്. അല്ല, നിങ്ങൾ പോകണില്ലേ? ഇതിൻ്റെ ഒരു കര കണ്ടിട്ടേ ഞാൻ പോകണം. ഞാൻ ആദ്യമായി സംവിധാനം ചെയ്യുന്നൊരു സിനിമയ്ക്ക് അതിൻ്റെ പ്രൊഡ്യൂസർ ലക്ഷങ്ങളടങ്ങിയ ഒരു പെട്ടി ദിനേശിനെ കൈകാര്യം ചെയ്തുള്ളതുകൊണ്ട് അദ്ദേഹം ദുബായ്ക്ക് പൊക്കളഞ്ഞു, ഷാർജയ്ക്ക് പൊക്കളഞ്ഞു. അപ്പോൾ ഒരേ സമയം പ്രൊഡ്യൂസറുടെയും നിർമ്മാതാവിൻ്റെയും സംവിധായകൻ്റെയും റോള് ആദ്യമായിട്ട് ഞാൻ ചെയ്യുകയാണ്. അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുള്ളതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യാനായിട്ട് പ്രേമണ്ണൻ 38 ദിവസവും സെറ്റിൽ നിന്നു എന്നുള്ളതാണ് ഇന്ന് വിട പറഞ്ഞ പ്രേമണ്ണനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നന്ദിയോടെ എനിക്ക് ആദ്യം ഓർക്കാനുള്ളത്. 38 ദിവസം, 10 ദിവസത്തേക്ക് വന്നതാണ്. 10 ദിവസത്തെ പൈസയാണ്. അത് ഞാൻ പറഞ്ഞ പ്രതിഫലത്തിലാണ് അഭിനയിച്ചത്. ആ മനുഷ്യൻ 38 ദിവസം സെറ്റിൽ. അതുപോലെ ഒരു ദിവസം എന്നെ വിളിച്ച് ചോദിച്ചു, നമ്മുടെ മറ്റേ നടനെ നിങ്ങളാണല്ലോ കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ കൊണ്ടുവന്നതില്ല, നിങ്ങളല്ല എന്ന് പറഞ്ഞാൽ അയാളെ പറയുന്നുണ്ടല്ലോ നിങ്ങളാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ എന്ത് പറ്റി? അല്ല, ഒന്നും പറ്റിയില്ല. ഞാനും അവനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, അഡ്വാൻസൊക്കെ തന്നോ? അപ്പോൾ പ്രേമണ്ണൻ പറഞ്ഞു, തന്നു. എന്ത്? എനിക്കൊന്നും തന്നില്ല. അങ്ങനെയുള്ള ഒരാളല്ലല്ലോ, അതെന്താ നിനക്ക് തരാത്തേ? എനിക്ക് ചോദിക്കാൻ പറ്റില്ല അണ്ണാ, ഞാനൊരു ഗുരുദക്ഷിണ പോലെ ചെയ്യുന്നതല്ലേ. എന്നെ ആദ്യമായിട്ട് അവതരിപ്പിച്ച ആളല്ലേ. അത് 1 തവണയോ 2 തവണയോ അല്ല. ഞാൻ അങ്ങേരുടെ എങ്ങനെ പൈസ ആയിരുന്നു? അത് ഞാൻ ചോദിച്ചില്ല അണ്ണാ. ശരിയാണോ എന്ന് പ്രേമണ്ണൻ എൻ്റെ ചോദിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഈ റേറ്റ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞൊരു നടനാണ്. ഞാൻ അയാളെ കാണാൻ ചെന്ന് അയാളോട് 18 ദിവസത്തെ ഡേറ്റ് ചോദിക്കുമ്പോൾ തന്നെ അയാൾ വലിയൊരു തുക എന്നോട് ചോദിക്കാൻ പാടില്ലാത്ത തുക ചോദിക്കുകയും അപ്പോൾ തന്നെ 25,000 രൂപയുടെ ചെക്ക് എഴുതി കൊടുത്ത ആളാണ് ഞാൻ. മൊത്തത്തിൽ സത്യം പറഞ്ഞാൽ ഒരു 40,000 രൂപ വാങ്ങിക്കാനുള്ള യോഗ്യത പോലും ഇല്ല. എന്നോടാവുമ്പോൾ 25,000 പോലും വാങ്ങിക്കാൻ പാടില്ല. കാരണം അത്രയും സഹായങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അയാൾക്ക് 25,000 രൂപ അഡ്വാൻസ് എഴുതി കൊടുത്ത എന്നെപ്പറ്റി അത് ചെക്ക് മാറി പൈസ എടുത്ത ആളാണ് പ്രേമണ്ണനോട് പറയാണ്, ഞാനൊരു ഗുരുദക്ഷിണ പോലെ ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ് ഈ പടം, എനിക്ക് 10 പൈസ തരില്ല. ഞാൻ പറഞ്ഞു, പ്രേമണ്ണ ഞാൻ എന്ത് പറയാം, ഞാൻ 25,000 രൂപ അഡ്വാൻസ് കൊടുത്തതാണ്. അയാൾ എന്താണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. അയാൾ കൃത്യമായി എന്നോട് റേറ്റും പറഞ്ഞു, അയാൾക്ക് ഇത്ര രൂപ വേണം. അല്ല, എന്നോട് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണെന്ന് തോന്നി. പ്രത്യേകിച്ച് ഇങ്ങനെ വിളിച്ചു പറയുന്നവനാവുമ്പോൾ നിങ്ങളൊരു റേറ്റ് പറഞ്ഞ് പൈസ കൊടുക്കണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. അത് പോട്ടെ. ഞാനിപ്പോഴും അത് മായാതെ മനസ്സിൽ സൂക്ഷിക്കുന്നു. 2 മനുഷ്യരുടെ വ്യത്യസ്തമായ സ്വഭാവം നിങ്ങൾ ആലോചിച്ചു. എന്നോട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത പ്രേമണ്ണൻ നിങ്ങൾ ഇഷ്ടമുള്ളത് തന്നാൽ നിങ്ങൾ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയല്ലേ, ഞാനതിൽ പങ്കാളിയാവുന്നു, അതിൽ എനിക്ക് സന്തോഷം, എന്നെ നിങ്ങൾ വിളിച്ചല്ലോ എന്ന് പറയുകയും ഞാൻ പറഞ്ഞ് ഇത്ര രൂപ തരും എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഏറ്റ പ്രേമണ്ണൻ. നാടക പാരമ്പര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ അതിൻ്റെ വേണമെങ്കിൽ ഇരട്ടി പൈസ ചോദിക്കാമായിരുന്നു. ചോദിച്ചില്ല. എനിക്ക് 10 ദിവസം ഡേറ്റ് തരണം എന്ന് പറഞ്ഞപ്പോൾ 38 ദിവസം സെറ്റിൽ നിന്ന മനുഷ്യൻ
എനിക്കതുകൊണ്ട് തന്നെ പ്രേമേണനുമായിട്ട് തീർത്താൽ തീരാത്ത കടപ്പാടും. ഞാൻ ചെയ്ത എല്ലാ സീരിയലുകളിലും, ചില്ലുവിളക്കടക്കം എല്ലാ സീരിയലുകളിലും പ്രേമേണനും ഗിരിജ ചേച്ചിക്കും ഞാൻ വേഷം കൊടുത്തിരുന്നു. ഇതൊന്നും ഗിരിജ ചേച്ചിക്ക് അറിയാൻ വഴിയില്ല ഞാൻ ഈ പറയുന്ന കഥയും. അത് ഞാനും പ്രേമേണനുമായിട്ടുള്ള സ്വകാര്യമാണ്. ഞാൻ സിന്ധുവായിട്ട് എൻ്റെ മകൻ്റെ കല്യാണം വിളിക്കാൻ വേണ്ടി പ്രേമേണൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, മനോഹരമായ ശില്പങ്ങളും ചിത്രങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? ഇൻസുലിൻ എടുക്കുന്ന ആ ഇൻസുലിൻ വരുന്ന ഇത്രയുള്ള കുപ്പികളുണ്ട്, ഗ്ലാസ് കുപ്പികൾ. ആ ഗ്ലാസ് കുപ്പികൾ ഇൻസുലിൻ കുടിക്കും പോലെ ഒരുപാട് ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടായിരിക്കും. ഒരുപാട് കുപ്പികൾ വെച്ചിട്ട് ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് ഒരുപാട് താറാവും അരയന്നും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു വീട്ടിൽ. ഞാൻ കേട്ടോ, അയ്യോ ഇൻസുലിൻ കുപ്പിയിൽ ഇങ്ങനെയും ചെയ്യാമോ? ഇങ്ങനെയും ചെയ്യാം, പണിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ എനിക്കിപ്പോൾ ഇതൊക്കെയാണ് ജോലി എന്നാണ് അണ്ണൻ പറഞ്ഞത്. എനിക്ക് തീർച്ചയായിട്ടും പ്രേമേണനെ പറ്റി ആലോചിക്കുമ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലൂടെ ഓടിപ്പോകുന്നത്. അതുപോലെ ഡിഗ്രിയൊക്കെ എടുത്ത ഒരാളാണ് പ്രേമേണൻ എന്നറിയുന്നത് ഇന്നാണ് ഞാൻ. കാരണം മനോഹരമായ ഒരു കുറിപ്പ് മോഹൻലാൽ എഴുതിയിട്ടുണ്ട്. MG കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ സീനിയറായിരുന്നു പ്രേമനെന്നും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നുവെന്നും സിനിമയിൽ പല സിനിമകളിൽ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പഠിക്കുമ്പോഴേ ഉള്ള ആത്മബന്ധമാണ് എനിക്ക് അദ്ദേഹവുമായിട്ടുള്ളതെന്നും ഞാൻ പ്രേമനുമായിട്ട് അവസാനം ഒന്നിച്ച് അഭിനയിച്ചത് B. ഉണ്ണികൃഷ്ണൻ്റെ ആറാട്ടിലാണെന്നും ആ സ്നേഹച്ചിരിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ പ്രണാമം അർപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം കൊച്ചുപ്രേമന് വേണ്ടി, കൊച്ചുപ്രേമൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ടൊരു കുറിപ്പ് മോഹൻലാൽ എഴുതിയിരിക്കുന്ന കണ്ടപ്പോഴാണ് പ്രേമേണൻ ഡിഗ്രിയൊക്കെ എടുത്ത ആളാണെന്ന് ഞാൻ അറിയുന്നത്. സത്യത്തിൽ ഞാൻ കരുതിയിരുന്ന അങ്ങനെയൊന്നുമല്ല. ഒരു ഹൈസ്കൂൾ വിദ്യാഭ്യാസം, പ്രേമേണൻ പെരുമാറുന്ന രീതിയൊക്കെ കാണുമ്പോൾ അതാണ്. കാരണം ഈ ഡിഗ്രിയുടെ ഭാരമൊന്നും പ്രേമേണൻ്റെ തലയിലില്ലായിരുന്നു. ഒരു സാധാരണ മനുഷ്യനായി വലിയവെള്ള ജംഗ്ഷനിൽ നിന്ന് ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പം എവിടെ വേണ്ട എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധാരണ നാട്ടും പുറത്തുകാരനായ മനുഷ്യനായിരുന്നു പ്രേമേണൻ. കടന്നുപോയി. 68 വയസ്സേ ആയുള്ളൂ പ്രേമേണന്. വേണമെങ്കിൽ ഇനിയും ഒരുപാട് കാലം ഒരുപാട് വേഷങ്ങൾ ചെയ്ത് നമ്മളെ ചിരിപ്പിക്കാമായിരുന്നു പ്രേമേണന്. പ്രേമേണൻ പോയി. നല്ല ഓർമ്മകളാണ് എനിക്ക് പ്രേമേണൻ തന്നിട്ട് പോയത്. അതെൻ്റെ സിനിമയിൽ സഹകരിച്ചപ്പോഴായാലും ശരി, സീരിയൽ ചെയ്യുമ്പോഴായാലും ശരി, ചിരിപ്പിക്കുകയല്ലാതെ എനിക്ക് ഒരിക്കലും ടെൻഷൻ വരുത്തിയിട്ടേയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 10 ദിവസത്തേക്ക് അഭിനയിക്കാമെന്ന് 38 ദിവസം സെറ്റ് ചെയ്യുന്നാൽ പിന്നെ എനിക്ക് എന്ത് ടെൻഷൻ വരാൻ. അതുപോലെ തന്നെയായിരുന്നു സീരിയലിൽ. സീരിയലിൽ ചില്ലുവിളക്കിലൊക്കെ അഭിനയിക്കുമ്പോൾ പ്രേമേണന് നല്ല തിരക്കുണ്ടായാൽ പോലും ഞാൻ വിളിച്ചിട്ട് അടുത്ത ഷെഡ്യൂൾ തുടങ്ങുന്നത് 10-ാം തീയതി മുതൽ 25-ാം തീയതി വരെ 15 ദിവസമാണ് പ്രേമേണ, അതിൽ ഇന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഉണ്ടാവണം എന്ന് പറയുമ്പോൾ, അയ്യോ ഞാൻ ഇവിടെ ഉണ്ടാവില്ലോ, ഞാനൊന്ന് ദുബായിലാണല്ലോ, അല്ലെങ്കിൽ ഞാൻ കോഴിക്കോട്ടൊരു സിനിമയിലാണല്ലോ എന്ന് എന്നോട് പറഞ്ഞിട്ടേ ഇല്ല. നല്ല സഹകരണമായിരുന്നു എന്നോട്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഏത് സിനിമാ ചടങ്ങിന് വരുമ്പോഴും പ്രേമേണൻ വിളിച്ചാൽ പ്രേമേണൻ വരും. നാടകമായാലും ഏതിനായാലും ഒരു എന്താ പറയുക, 100% കറകളഞ്ഞ ഒരു കലാകാരനായിരുന്നു. ഇത്ര വേഗം പോകുമെന്ന് ഞാൻ കരുതിയതല്ല. എങ്കിലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ഒരു അസുഖത്തിൽ നിന്നും റിക്കവറി ആകില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇനി എത്ര സ്നേഹം ചൊരിയുന്ന ബന്ധുക്കളുണ്ടായാലും, അത് ഏക മകനായാലും ശരി, ഭാര്യയായാലും ശരി, ആരായാലും ശരി, നമ്മൾ അവർക്കൊരു ബാധ്യതയാകാതിരിക്കുന്നത് തന്നെയാണ്. ഞാനും ഇപ്പോൾ എനിക്കും ഒരു മകനല്ലേ ഉള്ളൂ. എനിക്കൊരു അസുഖം പിടിച്ച് ഞാനിനി അതിൽ നിന്ന് റിക്കവറി ആവില്ല എന്ന് കണ്ടല്ല, അവൻ എത്ര സ്നേഹം എനിക്ക് തരുമെങ്കിലും അവനൊരു ബാധ്യതയാകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ, ആശിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ പ്രേമേണന് ആ വലിയ മനസ്സിനുടമയ്ക്ക് നിത്യശാന്തി നേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിനും നല്ല ആത്മാവിനും സ്നേഹത്തിൻ്റെ ഒരുപിടി പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.